നമസ്കാരം സാറേ. നമസ്കാരം സാറ്, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമുക്കറിയാം, ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ നേരത്തെ ചെയ്ത് പൂർത്തിയാക്കാത്തതിൻ്റെ ബാക്കി ഒക്കെയാണ് സാധാരണ പ്രകടന പത്രികയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏതാണ്ട് 2006 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരു അനുഭവം വെച്ചും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വലിയ വലിയ വാഗ്ദാനങ്ങൾ, അതായത് നമ്മൾ ഫ്രീ ബീസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു തരത്തിൽ സൗജന്യങ്ങൾ അങ്ങനെ വാരിക്കൊരു യാത്രാ സൗജന്യം, അതുപോലെ ഈ തൊഴിലില്ലായ്മ വേതനം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു തൊഴിലില്ലായ്മ വേതനം. സത്യത്തിൽ ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് അത് സൂചിപ്പിക്കുന്നത്. തൊഴിൽ കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്ന ഗതികേട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ, ഈ ക്ഷേമ പെൻഷനുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ. എന്നാൽ ഇതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ കാര്യത്തിലോ അത്രയും വലിയ ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയും വലിയ വാഗ്ദാനങ്ങളില്ല. എന്തുകൊണ്ടാണ് സാർ ഇത്തരം സൗജന്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നത്? 2, ഇതിവർക്ക് നിറവേറ്റാൻ കഴിയുമോ? ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പൊട്ടിപ്പൊളിഞ്ഞു പോയൊരു ഖജനാവ്, നികുതി പിരിവ് വലിയ കുടിശ്ശിക, ഈ കിട്ടുന്ന വരുമാനം ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും തികയാത്ത അവസ്ഥ, അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സർക്കാരിന്, ഇനി വരാൻ പോകുന്നൊരു സർക്കാരിന് എങ്ങനെ ഈ സൗജന്യ സേവനങ്ങൾ കൊടുക്കാൻ കഴിയും? ഇത് സൗജന്യ സേവനം കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിത്യനിദാന ചെലവുകൾക്ക് സർക്കാരിന് ഗതിയില്ലാത്ത അവസ്ഥയാണിത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അടുത്ത മുഖ്യമന്ത്രി നേരെ ചൊവ്വയാണ് കടം വാങ്ങിക്കാതെയൊക്കെയാണ് ഭരണം നോക്കുന്നതെങ്കിൽ സൈക്കിളിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൈക്കിൾ ചവിട്ടി ക്ലിഫ് ഹൗസിൽ പോകേണ്ട അവസ്ഥയിലാണ്. കാരണം വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല. അത്രയ്ക്ക് ദുരിതമായ അവസ്ഥയിലാണ് നമ്മുടെ ഖജനാവ്. ഇത് നമ്മുടെ വരുമാനവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ചിലവ് അതിഭയങ്കരമാണ്. നമുക്ക് കടക്കണി അതിനേക്കാൾ കൂടുതലാണ്. ഏതാണ്ട് 39.9 മറ്റായിരുന്നു 2022 തന്നെ നമ്മുടെ GDP-യും ഡെബിറ്റും തമ്മിലുള്ള ബാലൻസ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റേറ്റുള്ള ഒരു സംസ്ഥാനമാണ് ഇത്തരത്തിൽ ഉള്ളത്. ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അത് നമുക്ക് കടമെടുക്കാൻ തക്ക വിധത്തിൽ ആശാവഹമല്ല. കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടുകൂടി കടമെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആശാവഹമല്ല. അതിനാണ് നമ്മൾ വളഞ്ഞ വഴി കൂടെ മസാല ബോണ്ടും ഒക്കെ ആയിട്ട് പോകുന്നത്. അതവിടെ നിൽക്കവേ ഇപ്പം 3 മുന്നണികളും വാഗ്ദാന പെരുമഴ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ BJPക്ക് വാഗ്ദാന പെരുമഴ ഇട്ടാലും കുഴപ്പമില്ല. അവരെന്തായാലും ഈ 2026 അധികാരത്തിൽ വരാൻ പോണില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ LDF ആണ്, UDF ആണ്. UDFനെ സംബന്ധിച്ചിടത്തോളം UDF ആണ് ഇപ്പോൾ 5 പദ്ധതികളുമായിട്ട് ഏതാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഗുണം ചെയ്യുന്ന വിധത്തിലെന്ന് പറഞ്ഞ് ഒരു ഫ്രീ ബീസുമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ഈ സൗജന്യം നടപ്പിലാക്കിയാൽ 50% ഇപ്പം തന്നെ KSRTC ബസ്സുകൾ നഷ്ടത്തിലാണ് ഓടുന്നത്. വലിയ നഷ്ടത്തിലാണ്. അപ്പോൾ 50%-ലധികം ഈ ബസ് ഉപയോഗിക്കുന്ന സ്ത്രീകളാണ്. അതെ. അപ്പോൾ സ്ത്രീകൾക്ക് 50%, സ്ത്രീകൾക്ക് സൗജന്യമായി കഴിഞ്ഞാൽ ബസ്സിൻ്റെ വരുമാനം ഏതാണ്ട് ഒരു 70-80% കുറയും. ഇതുപോലെ ഡൽഹിയിൽ ഫ്രീ ബീസ് കൊടുത്തു, സ്ത്രീകൾക്ക് സൗജന്യമാക്കി. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് 10 രൂപ ഉള്ള ടിക്കറ്റ് സൗജന്യമാക്കിയപ്പോൾ പുരുഷന് 15 രൂപയാക്കി. ഇങ്ങനെയാണ് ഫ്രീ ബീസ് നടപ്പിലാക്കാൻ പറ്റുക. നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യം, എന്താണോ ഞാൻ ഖജനാവിലിടുന്നത് അതേ ഇവർക്കൊക്കെ തരാൻ വഴിയുള്ളൂ. അല്ലാതെ LDF മുഖ്യമന്ത്രി വന്നാലും UDF മുഖ്യമന്ത്രി വന്നാലും BJP മുഖ്യമന്ത്രി വന്നാലും അവർക്കാർക്കും അവരുടെ വീട്ടിൽ നിന്നോ അവരുടെ വിദേശത്തു നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ടോ നമുക്ക് ഒരു പണം തരാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ ടാക്സ് അടയ്ക്കുന്നത് ആ ടാക്സാണ് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളായിട്ട് അവർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കടബാധ്യത വരുന്നു എന്ന് പറഞ്ഞാൽ, കൂടുതൽ ആനുകൂല്യങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വലിയ ടാക്സ് കൊടുത്ത് മൂടിയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പിഴ
അതെ, എളുപ്പമുള്ളതാണല്ലോ, ക്യാമറ എല്ലായിടത്തും വെക്കുക, നോക്കിയാൽ ചെറിയൊരു നിയമലംഘനം നടത്തിയാൽ പോലും വൻ തുക പിഴയായിട്ട് ഈടാക്കുക. ഹെൽമെറ്റ് വെച്ചാൽ പിഴ, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പിഴ, വെക്കുമ്പം അത് നേരെ ഇരുന്നില്ലെങ്കിൽ അതിന് പിഴ. ഇങ്ങനെ പിഴ കൊണ്ട് ഒന്നുകിൽ പിഴ, അല്ലെങ്കിൽ വൻ നികുതി, അല്ലെങ്കിൽ സെസ്, ഇങ്ങനെയുള്ള ഏർപ്പെടുത്തി മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ. സാർ, ഇപ്പൊ തന്നെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് 2 രൂപ സെസ് ഇന്ധനങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ് പല വികസന പ്രവർത്തനങ്ങളും നടത്തുന്നതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അത് ഈ ഓഡിറ്റിന് പുറത്താണെന്ന് സർക്കാർ പറയുന്നു, അല്ല ഓഡിറ്റിനകത്താണെന്ന് കണ്ടു CNDG പറയുന്നു. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ പെൻഷൻ വരെ കൊടുക്കുന്നത് അതിൽ നിന്നാണെന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ക്ഷേമ പെൻഷൻ പലപ്പോഴും മുടങ്ങി കിടക്കുകയാണ്. ഇപ്പം ക്ഷേമ പെൻഷനിൽ തന്നെ വലിയ വാഗ്ദാനങ്ങളാണ്. ഇപ്പൊ തന്നെ LDF 2000 ആക്കി, ഇനി ഭാവിയിൽ 2500 ആക്കും എന്ന് പറയുന്നു. BJP CPM അതിനേക്കാൾ കവച്ചു വെച്ചുകൊണ്ട്, കോൺഗ്രസ് അതിനേക്കാൾ കവച്ചു വെച്ചുകൊണ്ട് 3000 ആക്കും എന്ന് പറയുന്നു. BJP 3000 പറയുന്നു. BJP 2500 പലവ്യഞ്ജനം ഓരോ വീട്ടിലും എത്തിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും പണിയെടുക്കണ്ട, 3000 രൂപ പെൻഷനും 2500 രൂപ പലവ്യഞ്ജനവും കിട്ടിക്കഴിഞ്ഞാൽ അതെ സുഖമാണല്ലോ. 2 നേരം ആഹാരം കഴിക്കണം, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം, പിന്നെ TV കാണണം, ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ സൗജന്യമായ ഗ്രാജുവേഷൻ വരെ സൗജന്യമായ പഠനം LDF വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പെൺകുട്ടികൾക്ക് 1000 രൂപ ഉന്നത പഠനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു UDF. അതുപോലെ തന്നെ 25 ലക്ഷം രൂപ വരെ വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും നൽകുമെന്ന് UDF പറയുന്നു. LDF പിന്നെ ആശുപത്രികളൊക്കെ നവീകരിച്ച് നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറയുന്നു. എയിംസ് ഇവിടെ കൊണ്ടുവരുമെന്ന് BJP പറയുന്നു. അപ്പൊ ഇതെല്ലാം വാഗ്ദാന പെരുമഴകൾ കേട്ട് വോട്ട് ചെയ്യുന്ന പൊട്ടന്മാരായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറിയോ എന്ന് അല്ലെങ്കിൽ ജനങ്ങളെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ പൂർണ്ണമായിട്ടും ഇതൊക്കെ എന്നെ നീ പൊട്ടനാക്കിക്കോ എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം നടത്തുന്നതിനെതിരെ വൻ പ്രതിഷേധം ജനങ്ങളുടെ ഫേസ്ബുക്കിലെങ്കിലും അല്ലെങ്കിൽ വാട്സാപ്പിലെങ്കിലും ഇട്ട് ആളുകൾ പറയേണ്ടതാണ്. പക്ഷെ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല എല്ലാവരും. അല്ല, മലയാളി പൊതുവെ മലയാളിയെ കുറിച്ച് പറയുന്ന ഒരു ചൊല്ല്, ഓസിന് കിട്ടിയ ആസിഡ് വാങ്ങി കുടിക്കും എന്നൊരു ചൊല്ലുണ്ട് മലയാളിയെ കുറിച്ച്. അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ മുതലെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് ഓൾമോസ്റ്റ് എവരിബഡി കുടിയന്മാരായിട്ടുണ്ട്. സ്ത്രീകളിലെ അതിലൊരു കുറവുള്ളൂ. പുരുഷന്മാരിൽ ഏതാണ്ട് എല്ലാവരും തന്നെ കുടിയന്മാരായിട്ടുണ്ട്. സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആണ് ആകെ ഇതൊക്കെ കൊടുക്കാനായിട്ട് കഴിയുന്നത്. അതായത് മദ്യം, ലോട്ടറി, പിന്നെ നമ്മുടെ പ്രവാസികൾ അയക്കുന്ന പണം. ഇത് ഇങ്ങനെ വളരെ കുറച്ച്. പിന്നെ പിഴ പല വിധത്തിലുള്ള പിഴകളുണ്ടല്ലോ. വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന് ടാക്സ്, പിന്നെ പല വിധത്തിൽ ടാക്സ് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ പിഴ, മാലിന്യം എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വാങ്ങുന്ന പണം 1200 രൂപ നഗരങ്ങളിലും 600 രൂപ ഗ്രാമങ്ങളിലും ഒരു വർഷം വാങ്ങിക്കുന്നത്. ഇങ്ങനെ എല്ലാം പിടിച്ചിട്ട് മന്ത്രിമാർക്കും പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും വിദേശ ചികിത്സയും സുഖസൗകര്യങ്ങളും വിദേശ യാത്രയും കാറും വണ്ടിയും പിന്നെ ബാക്കിയുള്ള സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസ നിങ്ങൾക്ക് ഫ്രീ വീസും കൂടെ തരുമെന്ന് പറയുമ്പം ഈ ലോകം എവിടെ പോയി അവസാനിക്കും? ഈ കേരളം എവിടെ പോയി നിൽക്കും? ഇത് മഹാബലി തോറ്റുപോലോ ഇങ്ങനൊരു ക്ഷേമരാഷ്ട്രം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നാലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് എന്ത് ഫ്രീ കിട്ടുന്നുണ്ടോ, 10 രൂപ സർക്കാർ ഫ്രീ തരുന്നുണ്ടെങ്കിൽ 20 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചിട്ട് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാ മലയാളിയും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. വിവരമുള്ള മലയാളികൾ എന്നാണല്ലോ നമ്മളെക്കുറിച്ച് പറയുന്നത്. വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധ മലയാളിയാണ്, പ്രബുദ്ധ കേരളമാണ്, പ്രബുദ്ധ മലയാളിയാണ്. അപ്പോൾ പ്രബുദ്ധ മലയാളിയെങ്കിലും ഈ കൈ നീട്ടി. മലയാളി ഫ്രീ കിട്ടുമെന്നറിഞ്ഞാൽ പ്രബുദ്ധതയൊക്കെ മാറ്റി വെക്കും. പക്ഷെ അതിൻ്റെ വരാൻ പോണ വിപത്ത് ഇതേ ഉള്ളൂ. ഈ പോക്കറ്റിലേക്ക് 10 രൂപ ഇടുമ്പം ഇവിടുത്തെ പോക്കറ്റിൽ നിന്ന് 20 രൂപ ഖജനാവിലേക്ക് പിടിക്കും, അടിച്ചോണ്ട് പോവും. അതുകൊണ്ട് ഫ്രീ വീസ് തരല്ലേ, ഞങ്ങൾക്ക് ഫ്രീ വേണ്ടേ, ഉള്ളത് ന്യായമായ ഉള്ള ടാക്സ് മാത്രം പിരിക്കുന്ന പരിപാടിയാക്കി നിർത്തണേ. അതിൽ അതെങ്കിലും നേരെ ചൊവ്വേ പിരിക്കട്ടെ. അതെ, പിരിച്ച് നടത്തുക, അല്ലെങ്കിൽ അതിൽ കുറവ് തരാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി. നിങ്ങൾ ഫ്രീ വീസ് ഞങ്ങൾക്കൊന്നും തരണ്ട. അല്ല സാർ, ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞതിൽ ഈ ഇൻഷുറൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. 25 ലക്ഷം രൂപ ഈ കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി രാജ്യമെങ്ങും കേന്ദ്ര സർക്കാർ ഒരു പുതിയ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൊണ്ടുവന്നു. അത് അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നാണ് അത് ചെയ്യുന്നത്. ഇതൊന്നും കേന്ദ്രം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കും അവകാശപ്പെടാം. കേന്ദ്രം 50% തന്നു, ഞങ്ങൾ 50% ഇട്ടു, അല്ലെങ്കിൽ കേരളം 60 തന്നു, ഞങ്ങൾ 40 ഇട്ടു, അല്ലെങ്കിൽ കേന്ദ്രം 40 തന്നുള്ളൂ, ഞങ്ങൾ 60 ഞങ്ങളതാണ് എന്ന് പറയാം. പക്ഷെ അതുപോലും കേരളത്തിൽ നടപ്പാക്കാൻ
ഒരു ശുഷ്കാന്തിയും കാണിക്കാത്ത സർക്കാരാണ്. സാധിക്കില്ലെന്നേ. ഇവിടെ ഈ റോഡ് വികസനം എന്ന് പറഞ്ഞ് തന്നെ ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ട്, അതായത് എന്തെങ്കിലും ചെയ്തതായിട്ട് വരണമല്ലോ. പണ്ട് സ്റ്റാലിൻ റഷ്യയിൽ ഇങ്ങനെ ചെയ്തിരുന്നു. അതായത് ജനങ്ങളെ അടിച്ചമർത്തി കട്ടപ്പെടുത്തി എല്ലാം ചെയ്തെങ്കിലും ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു, എല്ലാ പട്ടണങ്ങളിലേക്കും ഭയങ്കര ഹൈവേ എല്ലായിടത്തും. അപ്പൊ കാണുമ്പോൾ എന്താ, മോസ്കോയിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള സ്ഥലത്തേക്ക് വരെ ഹൈവേ, അങ്ങ് സൈബീരിയ വരെ ഹൈവേ. അപ്പൊ ഭയങ്കര വികസനമാണല്ലോ നടക്കുന്നത്. ഈ നാട് മാറുകയാണല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത്തരത്തിലുള്ള തട്ടുപൊളിപ്പൻ പരിപാടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കേന്ദ്രത്തിന്റെ ചെലവിലാണ് നടക്കുന്നത്. തീർച്ചയായും ഹൈവേ വികസനം കേന്ദ്രത്തിന്റെ ചെലവിൽ അല്ലാതെ നടത്താൻ പറ്റില്ലെന്നേ. ഇതിപ്പോ ആര് വന്ന് BJP വന്നാൽ പോലും നടത്താൻ പറ്റില്ല. കാരണം ആ വിധത്തിലേക്ക് പൊളിഞ്ഞു പോയി. 5 ലക്ഷം കോടി രൂപ കടമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച്, ഏതാണ്ട് 2 ലക്ഷം കോടിക്ക് അടുത്ത് 2 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് കടം. ഒരു വ്യക്തിക്ക് 2 ലക്ഷം. നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ കടം. 5 പേരുള്ള കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാരിന് കൊടുത്താലേ ഈ കടം തീർക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഫ്രീ ബീസുകൾ കൊണ്ട്, ഇങ്ങനെ സൗജന്യ പെരുമഴ കൊണ്ട് നമ്മളെ മൂടുകയാണ് ഈ പൊളിഞ്ഞ ഖജനാവിൽ നിന്ന്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തിരിക്കുക, കിട്ടുന്ന എല്ലാ ഫ്രീ ബീസും വാങ്ങിച്ചോ, പക്ഷേ അതിൻ്റെ ഇരട്ടി കൊടുക്കാൻ തയ്യാറാവണം. ഒന്നുകിൽ ടാക്സ്, അല്ലെങ്കിൽ പിഴയായിട്ട്. ഇത് കത്തുന്ന വീടിന്റെ കഴുക്കോൽ ഊരിയെടുക്കുന്ന പോലെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.